ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. നല്ല കുറുകിയ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഒരു ഉരുളിയിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ പെരുംജീരകം, തക്കോലം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം നന്നായിട്ട് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സവോള വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് എടുത്ത ശേഷം ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു മിക്സഡ് ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കാഷ്നട്ട് അരച്ചത് ഒഴിച്ചത് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും റൈസിൻസും വറുത്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. നെയ്യിൽ വേണമെങ്കിലും വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ബ്രെഡിൻ്റെ കൂട്ടത്തിലാണ് സെർവ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് അപ്പത്തിൻ്റെ കൂടത്തോ അല്ലെങ്കിൽ കള്ളപ്പത്തിൻ്റെ കൂടത്തിലോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.